ആദ്യമായി നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം പ്രാവർത്തികമാക്കുന്നതിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം KSRTC എന്ന് പറയുന്നത് അതൊരു പൊതുഗതാഗത സംവിധാനമാണ്. സർക്കാർ ഉടമസ്ഥയിലുള്ള പൊതുഗതാഗതം എന്ന നിലയ്ക്ക് സർക്കാർ കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളെ ഞങ്ങൾ സർവാത്മന പിന്താങ്ങുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം, സ്ഥാപനം നിലനിൽക്കണം. ഇത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. ഇപ്പോ ശരാശരി 7.5 കോടി രൂപ ഒരു ദിവസം വരുമാനം വരുമ്പോൾ ദിവസം വരുമാനത്തിൽ നിന്നും NPS, NDR, അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യം, DA, അങ്ങനെ വിവിധ കാര്യങ്ങൾ ഒരു ആനുകൂല്യവും നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദിവസവേതനത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്നത് ശമ്പളത്തിനും ഡീസലിനും സ്പെയർ പാർട്സിനും ഒക്കെ മാറ്റി കഴിയുമ്പോൾ 7.5 കോടി രൂപ വരുമാനമുള്ളതിൽ നിന്നും 8.5 കോടി രൂപ ചെലവാണ്. അതായത് 1 കോടി രൂപ ശരാശരി അധിക ബാധ്യത വരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തില് ഗവൺമെന്റിന് കൊണ്ട് ഇതിന്റെ ഈ വനിതകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര കൊടുക്കുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ഒരേ ഒരു കാര്യം, KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCയെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റായി കണ്ടാൽ ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായി കണ്ടുകൊണ്ട് പൊതുജനാരോഗ്യം, പൊതുഗതാഗതം പോലെ പൊതുഗതാഗതത്തെയും, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം പോലെ പൊതുഗതാഗതത്തെയും സർക്കാർ തലത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇതിനെ സർക്കാർ ഡിപ്പാർട്ട്മെന്റായി പ്രഖ്യാപിച്ചാൽ ഈ പറയുന്ന നമ്മുടെ ചർച്ചയ്ക്ക് പോലും അതിന് അവസരമില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.